ഹലോ, നമസ്കാരം. മൂന്നാർ കാഴ്ചകൾ തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ മൂന്നാറിനോട് തൽക്കാലം വിട പറയുകയാണ്. ഇനിയും വരുമെന്ന നിശ്ചയത്തോടെ. മൂന്നാറിലെ 1-2 അട്രാക്ഷൻസ് കൂടെ കണ്ട് നേരെ പോകുന്നത് തേക്കടിയിലേക്കാണ്. ആ കാഴ്ചകളാവും ഇന്നത്തെ എപ്പിസോഡിൽ. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു ടീ മ്യൂസിയം കൂടെയാണ്. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വകയാണ് ഈ മ്യൂസിയവും ഫാക്ടറിയും ഈ തോട്ടവുമെല്ലാം. ഇവിടേക്ക് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അകത്ത് കടക്കാൻ ടിക്കറ്റ് എടുക്കണം. പ്രായമായവർക്ക് 125 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ് ഫീസ്. ക്യാമറയ്ക്ക് 20 രൂപ ഫീസ് വേറെയുണ്ട്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി പ്രദർശനവും ഒരു തേയില മാനുഫാക്ചറിംഗ് യൂണിറ്റുമാണ്. കൂടാതെ ടീ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരവും പിന്നെ ടീ പ്രോഡക്ട്സ് വാങ്ങാനുള്ള ഒരു ഔട്ട്ലെറ്റും ഇവിടെയുണ്ട്. നമുക്ക് ആദ്യം ഡോക്യുമെന്ററി കാണാം. ഇത് ഇന്നത്തെ അന്നത്തെ ഷോയാണ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. തേയിലച്ചെടി മൂന്നാർ എത്തിയത് മുതലുള്ള വിവിധ കാലഘട്ടങ്ങൾ വിവരിക്കുന്നുണ്ട്. 1890 മുതലുള്ള വിവിധ കാലഘട്ടങ്ങൾ. പഴയകാല മൂന്നാർ ഈ ഡോക്യുമെന്ററിയിലൂടെ നമുക്ക് നേരിൽ കാണാൻ കഴിയും. In 1900, a roadway, possibly the longest in the world, was built to link top station perched at 6,000 feet with the plains of Bodhi. In 1902, on the road. In 1908, urban network telephones for benefit of the plantations. Land was also given to merchants to settle a bazaar in Munnar. Shops selling various goods and provisions opened within reach of the workers' settlements. To graze the tea estates, the pioneers had to recruit migrant workers from Tamil Nadu, who formed the backbone of the planting operations. As local labor was free housing was provided across the plantations. Not only were the workers encouraged to bring their families. കാട് തെളിച്ച് ഇവിടെ തേയില പ്ലാന്റ് ചെയ്തത് മുതലുള്ള കഥകൾ ഈ ഡോക്യുമെന്ററിയിലുണ്ട്. അതോടൊപ്പം കമ്പനി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും അത് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. തേയില പ്രോസസ് ചെയ്യുന്നതും പാക്കാക്കി ലഭ്യമാക്കുന്നതും അടക്കമുള്ള പ്രൊസീജിയർ ഇതിലുണ്ട്. The company introduced creches, where small children could be left in the care of older women, while their mothers were at the plantations. Were introduced as early as 1890. All these were the felt needs of the industry, and the planters accepted them as such, much before any legislation made them mandatory. Despite all these developmental efforts, care was taken to preserve the ecology of the tea estates. It is reported that when a new project was mooted, the company's head office at Glasgow queried, how will this affect the rainfall in the district? Besides, where will the elephants breed? This incident, Golden Tea, was a name to be reckoned with in the market. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ 1924 ജൂലൈ 16 പ്രളയം ഇതിൽ വളരെ ഭംഗിയായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഡോക്യുമെന്ററിയിൽ ഏറ്റവും ഇൻഫർമേറ്റീവായി തോന്നിയത് ഈ ഭാഗമാണ്. Many lives have been lost. The very
infrastructure of the plantations had been wiped out. But the resilient planters and their workers simply refused to give up. The railway had been washed away, but a second roadway was built in 1926. The Kundalai Valley roadway, linking Munnar with top station, was completed. ഫ്ലഡിൽ തകർന്ന റോഡുകളും റെയിൽവേയും പാലങ്ങളും ഒക്കെ ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് വീണ്ടും ഈ പ്രദേശം റീബിൽഡ് ചെയ്തതെന്ന് തുടർന്ന് വിവരിക്കുന്നുണ്ട്. Enabling buses to transport passengers and mail. Buses also started plying to Ulmalpet. The outlet road to Cochin was opened in 1931 and the Kumari road in 1952. Thus Munnar was linked to Cochin, Coimbatore and Madurai. അതുപോലെ ഹൃദ്യമായി തോന്നിയ ഒരു ഭാഗം ഇതാണ്. India gained 1947 ആഗസ്റ്റ് 15 നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി റേഡിയോയിലൂടെ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനം. Indian managers were inducted for the first time into the administration of the company. The early planters understood the need for conservation. To preserve the local flora and fauna for posterity, they set up the High Range Wildlife and Environment Preservation Association as early as 1928. Later, it was the association that persuaded the central government to declare Eraviculam a national park. The association also continues to collaborate with the Forest Department in the management of Eraviculam, perhaps the only NGO in the country to be associated with the administration of a national park. Over the years, recreation has been actively encouraged. The Finlaysheen football tournament, started in the early 1940s, continues to be as popular as ever today, whipping up a growth exempting the areas under team, building sites, burial grounds, playgrounds, etc. 3 years action of the Foreign Exchange Regulation Act, under which the Indian government required foreign companies to. In 1983, the Finlay Group exited their plantations in India, which were taken over entirely by Tata Tea Limited. The advent of Tata Tea saw an era of all-round development and innovation. To eliminate the dependence on the auctions and ensure that teas reach customers in the shortest possible time, a novel scheme was introduced: packaging of teas. തേയില നിർമ്മാണത്തിന്റെ നൂതന ഘട്ടങ്ങൾ വിവരിക്കുന്നുണ്ട് ഇതിൽ. ഹോർട്ടിക്കൾച്ചറിൽ തേയിലച്ചെടി ഉൽപ്പാദിപ്പിക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതും ഇതിൽ കാണാം. 1880 മുതൽ ഈ മൂന്നാറിലുണ്ടായ എല്ലാ മാറ്റങ്ങളും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഡോക്യുമെന്ററി. മുഴുവൻ അതേപടി കാണിക്കുന്നില്ല. എന്തായാലും മൂന്നാറിൽ വന്നാൽ ഈ ഡോക്യുമെന്ററി മിസ് ചെയ്യരുത്. Education and community development, the cornerstones of the group. ഡോക്യുമെന്ററി കണ്ട് പുറത്തിറങ്ങി. ഡോക്യുമെന്ററി ഹാളിന് പുറത്തുള്ള ചുവരിലെ ദൃശ്യങ്ങളാണിത്. But why people did not put in empty stomach after breakfast? Before breakfast, drink bacteria outside, they keep the bacteria. The people buy tea only manually have by hand. The black tea is no separate, the process are ready, all together. The first process will need to be dry. It will be result, look at the moisture, it was withering upstairs. Then we will be coming down, then black tea process started. The black tea is 2 types. One is orthodox black tea, second one is CTC. The orthodox tea means only without milk. The name is orthodox tea powder. They put the leaf inside, it's a pressure plate. Will rolling, fermenting,
അവിടെ നിന്നും എത്തുന്നത് ഒരു ചെറിയ തേയില നിർമ്മാണ ഫാക്ടറിയിലാണ്. വിവിധതരം തേയിലകളും അവയുടെ ഉപയോഗവും നിർമ്മാണ രീതിയും ഒക്കെ വിവരിക്കുന്നതിന് ഇവിടെ ആളുണ്ട്. നമ്മളെ കൂടാതെ കുറച്ച് ആളുകൾ കൂടെ ഇവിടെ ഉണ്ട് സന്ദർശകരായി. ആ ഗ്രൂപ്പിന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചു കൊടുത്ത ശേഷം ആ അവതാരകൻ നമുക്ക് മാത്രമായി വിവരിച്ചു തന്നു. അതൊന്ന് കണ്ടോളൂ. ഈ ടീ ലീവ്സ് നമ്മൾ പറിക്കുന്ന സീസൺ വെച്ചാൽ നല്ല സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മഴ വേണം, ഒരാഴ്ച വെയിൽ വേണം. ഇത് നല്ല സീസണാണ്. നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ലീഫ് പറിക്കും. ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ 15 ദിവസം പറിക്കും. ബട്ട് സെയിം ഈ ഒരേ ഇലയിൽ മെയിനായിട്ട് 4 വെറൈറ്റി ചായ ഉണ്ടാകും. വൈറ്റ് ടീ, ഗ്രീൻ ടീ, ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ, CTC ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ 4 വെറൈറ്റി ചായ ഉണ്ടാകും സെയിം ഇലയിൽ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിംഗ് വേറെ. ഏറ്റവും ടോപ്പിൽ കാണുന്ന ബഡില്ല. ഈ ബഡ് മാത്രം കൈ കൊണ്ട് പറിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി പാക്കി. അതിൻ്റെ പേരാണ് വൈറ്റിംഗ്. ബട്ട് വൈറ്റിങ്ങിൻ്റെ ലോകത്തിൽ വില ക്വാളിറ്റിയാണ്. പക്ഷേ വൈറ്റിംഗ് ഒന്ന് ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമുക്കത് ഹാർട്ട് ബ്ലോക്കിൽ, കൊളസ്ട്രോൾ, ആൻറ്റി ക്യാൻസർ, ഇമ്മ്യൂണിറ്റി പവർ കൂടും, സ്കിന്നിൽ ഏതെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ മാറും. ബട്ട് വൈറ്റ് പുറത്ത് കിട്ടത്തില്ല, മാർക്കറ്റിൽ കിട്ടുന്നില്ല, പ്രൊഡക്ഷൻ കുറവാണ്. രണ്ടാമത് ഗ്രീൻ ടീയാണ്. ഈ 2 ലീവ്സ് മാത്രമേ പറിക്കുള്ളൂ. പറിച്ച് കഴിഞ്ഞിട്ട് വേറെ പ്രോസസ് ഒന്നും ചെയ്യില്ല. ലീവ്സ് ശരിക്കും വാഷ് ചെയ്തിട്ട് സ്റ്റീം ചെയ്ത് റോളിംഗ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി പാക്കി. അത് ഗ്രീൻ ടീ. പക്ഷെ വൈറ്റ് ടീയും ഗ്രീൻ ടീയും വെതറിങ് ഫെർമെന്റിങ് ഉണ്ടാകും. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് വാല്യൂ കൂടുതലാണ്. അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുമ്പോൾ വൈകുന്നേരത്തോളം നല്ല ബാക്ടീരിയ കൊണ്ടുവരും. വൈറ്റ് ടീ, ഗ്രീൻ ടീ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആൾക്കാർ ഈ വൈറ്റ് ടീ, ഗ്രീൻ ടീ മാത്രമേ കൈകൊണ്ട് പറിക്കുള്ളൂ. ഈ ബ്ലാക്ക് ടീക്ക് ലീവ് സെപ്പറേറ്റ് ചെയ്യില്ല, സിസർ വെച്ച് കെട്ടി എല്ലാം ലീക്കുന്നത്. ആദ്യത്തെ പ്രോസസ് ചെറുതായിട്ട് വാടി മേളിൽ, അതിൻ്റെ പേരാണ് വെതറിങ്. അതിന് ലീവ് താഴാത്തതിന് ശേഷമാണ് ബ്ലാക്ക് ടീ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ബ്ലാക്ക് ടീ 2 ടൈപ്പാണ്. ഒരെണ്ണം ഓർത്തഡോക്സ്. ഈ ഓർത്തഡോക്സ് ടീ എന്ന് പറഞ്ഞാൽ വലിയ ഇലത്തേല കട്ടൻ ചായക്ക് മാത്രം. ഇതിൻ്റെ പേര് ഓർത്തഡോക്സ് ടീ റോളാണ്. ഇത് ജസ്റ്റ് റോളിംഗ് മാത്രം ചെയ്യും. റോളിംഗ്, ഫെർമെന്റിംഗ്, ഡ്രൈ. പണ്ടത്തെ വിഷയമാണ് ഡെമോ. ഇത് ഡ്രൈയിങ്ങാ? ഫിൽറ്റർ. റോളിംഗ്, ഫെർമെന്റിംഗ്, ഡ്രൈ. ഓക്കെ. ഇത് കട്ടൻ ചായക്ക് മാത്രം. ഇത് പേര് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ. ഇത് നോർമൽ ചായ, CTC. ഇത് കൃഷി ഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കട്ടി.
ഈ ഫൈബർ പിടിക്കും, ഈ ഫൈബറല്ലേ ഇത് ക്ലീൻ ചെയ്ത് ലോഡറല്ലേ, ഈ ലോഡറിനകത്ത് ഒട്ടിപ്പിടിക്കുന്ന എല്ലാം വേസ്റ്റാണ്. ഇത് കമ്പോസ്റ്റ് സെപ്പറേറ്റ് ആവും അല്ലേ? ഇത് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ വളമായിട്ട് ഇത് വേസ്റ്റാണ്. അതിന് പുറത്ത് വരുമ്പോൾ തന്നെ എല്ലാം വിഷോട്ടിക്കും. സ്ട്രോങ് പോകും. ഇത് റേഷ്യോ ബ്ലെൻഡ് ചെയ്ത ബ്രാൻഡ്. ഇത് ഓർത്തഡോക്സ് ബ്ലാക്ക് കണ്ടു. വലിയ തരയാണെങ്കിൽ ടേസ്റ്റും ഇത് സ്ട്രോങ് ആയിരിക്കും. ചെറിയ തേയില സ്ട്രോങ് ആയിരിക്കും, ടേസ്റ്റ് നല്ലതാണ്. ശരിയാണ്, ടേസ്റ്റ് ഫ്ലേവർ നമ്മൾ വീട്ടിലങ്ങനെയല്ലേ ചെയ്യും. കണ്ടു വൈറ്റ് ടീ ഫസ്റ്റ് ക്വാളിറ്റി, ഗ്രീൻ ടീ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് ഓർത്തഡോക്സ് ബ്ലാക്ക് വിത്തൗട്ട് മിൽക്ക്. ഇത് പാൽ ചായ. ഇത് വിവിധ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിനുള്ള ഒരു കൺസ്യൂമർ സ്റ്റോറാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ഇവിടെ വിവിധ തരത്തിലുള്ള ടീ ടേസ്റ്റിങ്ങിനുള്ള ഒരു അവസരവും ഉണ്ട്. ഇത് ഇവിടെ നിന്ന് നമുക്ക് മഗ്ഗിൽ നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കിട്ടും. വിവിധ വിലയുള്ള മഗ്ഗുകൾ ഉണ്ട്. ഫോട്ടോ ഒന്നുകിൽ നമുക്ക് നൽകാം, അല്ലെങ്കിൽ അവർ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വന്ന് നമ്മുടെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് തരും. ഇതാ ഇതുപോലെ. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാറിയുള്ള ഒരു CSI ചർച്ചിലാണ്. ഇതൊരു പുരാതന ചർച്ചാണ്. മൂന്നാർ അടിമാലി റോഡിൽ മൂന്നാറിൽ നിന്ന് 7 കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്താം. ഈ ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത് AD 1910-ലാണ്. ഇവിടെ മൂന്നാറിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. പ്രവേശനം സൗജന്യമാണ്, ഫീസ് ഒന്നും നൽകേണ്ടതില്ല.
കല്ലും ലൈമും ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണമാണിത്. റോമൻ ആർക്കിടെക്ചർ, അതാണ് ഈ നിർമ്മാണ രീതി. പ്രത്യേകിച്ച് വാതിലുകളും ജനലുകളും ചരിഞ്ഞ റൂഫുമൊക്കെ അതിന് ഉദാഹരണമാണ്. ഈ പള്ളിയുടെ അൽത്താരയിൽ യേശുവിൻ്റെ തിരുശേഷിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാമധ്യേ കണ്ടൊരു ദൃശ്യം. ഇത് ആളുകൾ തേയില നുള്ളുന്നതല്ല, സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. എന്തായാലും ഒരു നല്ല ഫോട്ടോ പോയിന്റാണ് ഇവിടെ, സംശയമില്ല. ഭയങ്കര കാറ്റുണ്ട്, നല്ല തണുപ്പും. ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിനായി നിർത്തിയതാണ് ഇവിടെ. സ്ഥലത്തിന്റെ പേരറിയില്ല. മീൻ വിഭവങ്ങളാണ് പ്രത്യേകത. നല്ല ഭക്ഷണമായിരുന്നു. വിശപ്പുണ്ടായിരുന്നതിനാലും നല്ല ഭക്ഷണമായതിനാലും കൂടുതൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കല്ലാർകുട്ടി ഡാമിനടുത്താണ്. KSEBയുടെ വകയാണ് ഈ ഡാമും. ഇതും ഒരു ഗ്രാവിറ്റി ഡാമാണ്. പെരിയാർ നദിയുടെ കൈവഴിയായ മുതിരപ്പുഴ നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ നീളം 182.88 മീറ്ററും ഉയരം 43 മീറ്ററുമാണ്. 5 ഗേറ്റുകളാണ് ഈ ഡാമിലുള്ളത്. ഇത് നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഭാഗമായ ഡാമാണ്. ഇവിടെ വെള്ളത്തുകൽ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മളുള്ളത് പെരിയാർ ടൈഗർ റിസർവിന്റെ പ്രവേശന കവാടത്തിലാണ്. ഈ റിസർവിനുള്ളിലുള്ള KTDCയുടെ പെരിയാർ ഹൗസ് എന്ന ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. പാസ് ഉണ്ടെങ്കിലേ ഇതിനകത്തേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോൾ സമയം 5 മണിയോടടുക്കുന്നു. 5 മണിക്ക് ശേഷം പാസ് ഇഷ്യൂ ചെയ്യില്ല. എന്നാൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹോട്ടലിൽ വിളിച്ച് കൺഫേം ചെയ്ത ശേഷം പാസ് നൽകി കടത്തിവിടും. ഇവിടെ പെരിയാർ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽപ്പെട്ട സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായിട്ടാണ് ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. ഈ സാഞ്ചുറി പ്രത്യേകിച്ച് ആനകളുടെയും കടുവകളുടെയും സംരക്ഷണത്തിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. 925 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തീർണം. 2 നദികൾ ഈ സാഞ്ചുറിയിൽ ഉൾപ്പെടുന്നു. ഒന്ന് പെരിയാറും മറ്റൊന്ന് പമ്പയും. തമിഴ്നാട് ബോർഡർ കൂടെയാണ് ഇവിടം. നല്ല അടിപൊളി ഡ്രൈവ്. സൂക്ഷിച്ച് വാഹനം ഓടിക്കണം. വന്യമൃഗങ്ങൾ വളരെ പെട്ടെന്ന് മുന്നിലെത്തും. ഇതുപോലെ. ഇത് ബൈസനാണ്. ഒരു കൂസലുമില്ലാതെ മേഞ്ഞ് നടക്കുന്നു. അവർക്കിതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇതുവഴി നടക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. വാഹനം നിർത്താനും പാടില്ല. നമ്മൾ പെരിയാർ ഹൗസിലെത്തി. ഇതൊരു 2 സ്റ്റാർ ഹോട്ടലാണ്. വളരെ സുന്ദരമായ ഒരു ഹോട്ടൽ. കാടിന് നടുവിൽ നല്ല ആംബിയൻസ്.
ചെക്കിൻ നടപടികൾ പൂർത്തിയായി മുറിയിലെത്തി. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമാണ്. ജനാലകളും വാതിലുകളും തുറന്നിടരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കുരങ്ങുകൾ സൂത്രശാലികളാണ്. കണ്ണ് തെറ്റിയാൽ അകത്ത് കയറി എല്ലാം അടിച്ചോണ്ട് പോകും. വളരെ വലിയ ഹോട്ടൽ കോംപ്ലക്സ് ആണ്. ഇതോടൊപ്പം റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രാത്രി കാഴ്ച. ഇനി ഭക്ഷണം കഴിച്ച് ഉറങ്ങണം. രാവിലെ തേക്കടി ലേക്കിൽ ബോട്ടിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ മനോഹര ദൃശ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.